ഇന്നത്തെ കാലത്തെ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ അമിതമായി കണ്ടുവരുന്നൊരു പ്രവണതയാണ് സെലിബ്രിറ്റികളോടുള്ള അമിതമായ ആരാധന. ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കണം, അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. സ്വന്തം സെൽഫ് ഐഡന്റിറ്റിയെ കളഞ്ഞുകുളിക്കുന്നൊരു സാഹചര്യമാണ് ഇതിലൂടെ ഉണ്ടാവുന്നത്. സ്വന്തമായി കുട്ടികൾക്ക് തോന്നുന്നൊരു കോൺഫിഡൻസ് ഇതിലൂടെ ഇല്ലായ്മ ചെയ്യാനാണ് മാതാപിതാക്കൾ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾ കൊണ്ടുള്ള ദൂഷ്യഫലങ്ങൾ വളരെയധികം വലുതാണ്. കുട്ടികൾക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്നു, കുട്ടികളുടെ ഇടയിൽ മാനസിക വിഭ്രാന്തികൾ പരതുന്നു. അങ്ങനെ തുടങ്ങി മാനസികപരമായ ആരോഗ്യത്തിന് ക്ഷതമേൽപ്പിക്കുന്ന ഒരു കാര്യമാണ് സെലിബ്രിറ്റി വേർഷിപ്പ് സിൻഡ്രം എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങളെ പരമാവധി ലഘൂകരിക്കാൻ മാതാപിതാക്കൾ കുട്ടികളുമായി കൂടുതൽ സമയം ചിലവഴിക്കുകയും അവർക്ക് വേണ്ട ധാർമ്മിക മൂല്യങ്ങൾ പകർന്നു കൊടുക്കുകയുമാണ് ഈ ഒരു സാഹചര്യത്തിൽ വേണ്ടത്. ബോഡി ഡിസ്മോർഫിയ പോലെയുള്ള വലിയ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഇത്തരമൊരു ആരാധന മൂലം കുട്ടികൾക്ക് വന്നു ഭവിക്കുന്നു. തങ്ങൾ ആരാധിക്കുന്ന സെലിബ്രിറ്റികളുടെ ലുക്ക്, പെർഫെക്ഷൻ അതെല്ലാം ഞങ്ങൾക്കും എന്തുകൊണ്ട് ലഭ്യമാകുന്നില്ല എന്നതോർത്ത് വലിയ വിഷാദത്തിലേക്കും ആങ്സൈറ്റിയിലേക്കും കുട്ടികൾ ചെന്നെത്തുന്നത് അവരുടെ ഭാവിയെ തന്നെ അപകടമാക്കുന്നതിന് കാരണമാകും. ഇതിലൂടെ കുട്ടികൾക്ക് ധാരാളം സാമ്പത്തിക നഷ്ടങ്ങളും ഉണ്ടാക്കാനിടയുണ്ട്. തങ്ങളുടെ സെലിബ്രിറ്റികൾ പ്രൊമോട്ട് ചെയ്യുന്ന, പരസ്യം ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ മാത്രമേ ഞങ്ങൾ വാങ്ങൂ എന്ന വാശിപ്പുറത്ത് അതിനുവേണ്ടി അമിതമായ സാമ്പത്തികം ചിലവഴിക്കാനും ചിലർ മുതിരുന്നുണ്ട് എന്നത് സാമ്പത്തിക നഷ്ടത്തിലേക്ക് നയിക്കാനുള്ളൊരു കാരണമാകും. സെലിബ്രിറ്റി വേർഷിപ്പ് സിൻഡ്രത്തെ ഒരു 3 ഘട്ടമായിട്ട് നമുക്ക് തരംതിരിക്കാം. അതിലൊന്നാമത്തത്, നമ്മൾ ഇടപഴകുന്ന സൗഹൃദങ്ങളിൽ, കൂട്ടുകാരോടുള്ള സംസാരങ്ങളിൽ മുഴുക്കെ ഈ സെലിബ്രിറ്റികളെക്കുറിച്ച്, താരങ്ങളെക്കുറിച്ചുള്ള സംസാരമായിരിക്കും. അത് കടന്നിട്ടുള്ളൊരു ഘട്ടം എന്ന് പറയുന്നത്, നമ്മൾ അവരെ പോലെ അനുകരിക്കാൻ, അവർ ചെയ്യുന്നത് നമ്മൾ ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടക്കമിടുന്നതോടെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു. എന്നാൽ അവസാന ഘട്ടം എന്നുള്ളത് അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ മുതിരുന്നൊരു ഘട്ടമാണ്. എന്തിനു പോലും അവർക്ക് വേണ്ടി മരിക്കാൻ വരെ ചിലർ തയ്യാറാണത്രേ. അത് വളരെയധികം അപകടം പിടിച്ചൊരു സാഹചര്യം തന്നെയാണ്. മറ്റൊരു കാര്യമെന്നുള്ളത്, തങ്ങൾ ആരാധിക്കുന്ന, ഇഷ്ടപ്പെടുന്ന താരങ്ങളെ, സെലിബ്രിറ്റികളെ ആരെങ്കിലും ആക്ഷേപിച്ചാലോ വിമർശിച്ചാലോ അവരെ തിരിച്ച് വിമർശിക്കാനും ചിലത് ആക്രമണങ്ങളിലേക്ക് കടന്നു പോകാനുമുള്ള സാധ്യതയുണ്ട്. ഇതുമൂലം കുട്ടികൾക്ക് ഇത്തരം വേർഷിപ്പ് സിൻഡ്രത്തിലൂടെ ആക്രമണ വാസന കൂടാനും സാധ്യതയുണ്ട്. ഇതിനൊക്കെ പരിഹാരം ചെറുപ്പത്തിൽ തന്നെ വളർന്നു വരുന്ന കുട്ടികൾക്ക് സെൽഫ് എസ്റ്റീമും അഭിമാനവും വളർത്താൻ മാതാപിതാക്കൾ പരമാവധി ശ്രമിക്കുകയും കുട്ടികളെ കണ്ട് മറ്റുള്ളവർ മാതൃകയാകേണ്ട രൂപത്തിലേക്ക് അവരെ വളർത്തിയെടുക്കാനും ശ്രമിച്ചാൽ ഇത്തരം മാനസിക വിഭ്രാന്തികളെ നമുക്ക് ഒരു പരിധിവരെ തടയാനാകും.